ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. അപ്പോൾ ഇന്നൊരു കുട്ടി കുട്ടി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു വലിയ ഒരു സൺഡേ വ്ളോഗാണ്. ഒരുപാട് ഞാൻ വീഡിയോ ലോങ് ആക്കുന്നില്ല, അതുകൊണ്ട് കുറേ നല്ല ഭാഗങ്ങളൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് കളയേണ്ടി വന്നിട്ടുണ്ട്. സോ ഒരു 10 മിനിറ്റിന് ഉള്ളൊരു വീഡിയോ ആക്കി ഞാൻ അപ്ലോഡ് ചെയ്തേക്കാണ്. ഞങ്ങളൊന്ന് ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലോട്ട് ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് സൺഡേ ബീച്ചിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. ബീച്ചാകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ വേറെയും ഒരു ഫാമിലിയോടെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവർ ലെവൽ 5 ആണ്, ഞങ്ങൾ ലെവൽ 10ഉം. അങ്ങനെ ഞങ്ങൾ നടന്നാട്ടോ പോകുന്നത്. ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കാൻ പറ്റുന്നവർ മാത്രം വന്നാൽ മതിയെന്ന്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ബ്രിട്ടോ മാർട്ട് സൈഡിലൂടെ അങ്ങനെയാണ് പോകേണ്ടത്. ബ്രിട്ടോ മാർട്ട് പോകുന്ന വഴിക്ക് ഇങ്ങനെ ഞാൻ പണ്ടും കാണിച്ചിട്ടുണ്ട് വീഡിയോസിലൊക്കെ, മ്യൂസിക് ഒക്കെ ആൾക്കാർ ചെയ്യുന്നതും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഇവൻ്റൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സാധാരണ സൺഡേ ഇത്രയും തിരക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് ഇത്രയും തിരക്കൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മളിത് നമ്മുടെ ബ്രിട്ടോ മാർട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നടന്നാണ് പോകേണ്ടത്. സോ MRTയുടെ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകണ്ട, നടന്നാണ് പോകേണ്ടത്. അപ്പോഴാണ് ഇവിടെ ദാണ്ട് ഈ ഒരു അങ്ങനെ നമ്മൾ ഇവൻ്റൊക്കെ കണ്ട് വീണ്ടും ബീച്ചിലോട്ട് നടക്കുകയാണ്. പുള്ളിയുടെ പ്രോഗ്രാം ഞാൻ ഇതിനു മുമ്പും ബ്രിട്ടോ മാർട്ടിൽ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അടിപൊളിയായിരുന്നു. പുള്ളി സ്ഥലത്തില്ലായിരുന്നു, ന്യൂസിലാൻഡിൽ ഇപ്പോൾ ഈ ഇടയ്ക്ക് വന്നതാണ്. പിന്നെയും ഇങ്ങനെ വേറെയും കൺട്രീസിലൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയൊരു നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ട് അടിപൊളി പ്രോഗ്രാമായിരുന്നു. നമ്മൾ പിന്നെ നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലായിരുന്നു, അതാണ് എനിക്ക് എല്ലാവരും ഈ അന്ധന്മാരെ കണക്ക് ഗ്ലാസ്സൊക്കെ വെച്ച് പോകുന്നത്. നമുക്ക് നോക്കാൻ പറ്റത്തില്ല, അമ്മാതിരി സൂര്യൻ്റെ വെളിച്ചം ഇങ്ങനെ കണ്ണിൽ വന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഗ്ലാസ്സൊക്കെ ഫിറ്റ് ചെയ്ത് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ നടന്ന് അവിടെ നമ്മുടെ പാർണൽ സൈഡിലോട്ട് എത്താറായിട്ടുണ്ട്. ഏകദേശം പാർണൽ വഴിയാണ് പോകുന്നത്. ഈ കാണുന്നത് ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഇവൻ്റായിട്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഒരു വെർട്ടിക്കൽ കൺസ്ട്രക്ഷൻ വർക്ക്ഷോപ്പൊക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അന്ന് ഞാൻ ബസ്സിലാണ് വന്ന ഈ സ്ഥലത്ത്. ആ സ്ഥാനത്താണ് ഞാനിന്ന് നടന്നെത്തി ഇത്രയും ദൂരം. ഇവിടെ ആയിട്ടാണ് റൈറ്റിലോട്ട് പോകുമ്പോഴേ സ്റ്റേഡിയം വരുന്നത്. ഈ വഴിയിലൂടെ പോകുമ്പോഴാണ് ആ ഒരു സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഷോ നടന്നത്. പിന്നെ ഇത് പോർട്ട് സൈഡാട്ടോ, ലെഫ്റ്റ് സൈഡ് മൊത്തം പോർട്ടാണ്. അത് നമ്മുടെ ഷിപ്പെല്ലാം വന്നിട്ട് നമ്മുടെ സാധനങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്.
നടന്നു പോകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയൊക്കെയാണ്. പക്ഷേ ഒരുപാട് നടന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. അങ്ങനെ ഇതാണ്ട് നമ്മുടെ ബീച്ചിൻ്റെ സ്റ്റാർട്ടിങ് ഇതാ ഇവിടെ മുതലാണ് ബീച്ച് തുടങ്ങാൻ പോകുന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും തുടങ്ങിയല്ലോ. ഇവിടെ തൊട്ട് നമ്മൾ ബീച്ചിൻ്റെ അങ്ങേ അറ്റം വരെ നടന്ന് അവിടെ ഇറങ്ങാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ വരെ പോകാമെന്ന് വിചാരിച്ചു. ആൾക്കാരൊക്കെ ഇവിടെ ഫിഷിങ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ചില ഏരിയസിൽ അവർ റെസ്ട്രിക്റ്റഡ് ആണ് ഫിഷിങ്. അവരത് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് ഫിഷിങ് നടത്തിക്കൂടാ എന്നുള്ളത്. അവിടെ നമുക്ക് ചെയ്തുകൂടാ. അല്ലാതെ ഫിഷിംഗ് സ്പോട്ട്സ് ഉണ്ട്, അവിടെ നിന്ന് ഫിഷിങ് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ നിന്ന് ആർക്കെങ്കിലും മീനൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി കുറേ നിന്നു. അവർ സകല സന്നാഹങ്ങളുമായിട്ടാണ് കേട്ടോ വരുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള. ഇതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ്. ഇതിനൊക്കെ നല്ല വിലയാണെന്ന് എല്ലാവരും പറയുന്നത് കേട്ടോ ഈ പിടിക്കുന്ന ഈ സംഭവത്തിന്. അറിയത്തില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് വല്ലതൊക്കെ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കി. പക്ഷേ ഞങ്ങളൊന്നും കണ്ടില്ല കിട്ടിയത്. പിന്നെ അവർ ഓൾറെഡി ആ ഒരു ബോക്സൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് അടച്ചു വെച്ചേക്കുക, അതിനകത്ത് മീൻ കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പിന്നെയും ഫിഷിങ്ങൊക്കെ കണ്ട് നടപ്പ് തുടങ്ങിയിട്ടുണ്ട്. വെയിലിന് വലിയ ശമനമൊന്നും ഇല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഈ വഴിയിലൂടെ നമ്മൾ സൈക്ലിംഗ് ഏരിയ ഉണ്ട്, നമ്മൾ നടക്കുന്ന പെഡസ്ട്രിയൻസ് വാക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ സൈക്ലിംഗ് ഏരിയയിലൂടെ നമ്മൾക്ക് നടക്കരുത്, അവിടെ സൈക്കിൾ പോകുന്ന വഴിയാണ്. നമ്മൾ പെഡസ്ട്രിയൻസ് ഏരിയയിലൂടെ മാത്രമേ നടക്കാവുള്ളൂ. എത്ര വെയിലെന്നൊക്കെ പറഞ്ഞാൽ ഈ ബീച്ചെന്ന് പറയുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. വലിയ ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾക്ക് ഈ കടൽ കാണുമ്പോൾ ഭയങ്കര വലിയ സന്തോഷം തോന്നുമായിരുന്നു മനസ്സിന്. അതുപോലെ തന്നെ കണ്ണിനും ഭയങ്കര സന്തോഷമായിരുന്നു. ഒരുപാട് ഫിഷിംഗ് ബോട്ട്സൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഒരു ഓട്ട മത്സരമൊക്കെ തുടങ്ങി എല്ലാവരും കൂടെ. ആദ്യം അങ്ങ് എത്തുന്ന ആൾക്ക് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേരെ കൊണ്ട് ഓട്ടിക്കുകയായിരുന്നു. ഇന്നത്തെ ക്ലൈമറ്റും ഏകദേശം നല്ലതായിരുന്നു. റെയിനിങ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ സാറ്റർഡേ ഒക്കെ നല്ല റെയിനിങ് ആയിരുന്നു. പക്ഷേ എന്തായാലും സൺഡേ മഴയൊന്നും പെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾക്ക് തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. വലിയ മഴയുടെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ കിലോമീറ്റർ ഇപ്പം നടന്നു കഴിഞ്ഞ് കുറച്ചുകൂടെ തണൽ വന്നിട്ടുണ്ട്. ദാണ്ട് ഇവിടെ മൊത്തം മരങ്ങളാണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ ടൂറിയം വരുന്നത്. ആ ഭാഗത്തായിട്ട് ഇവിടെ എല്ലാം നല്ല തണലുണ്ട്. ഇതുവരെ നല്ല വെയിലായിരുന്നു. കുറേ നടന്നു. നമ്മൾ എത്തിയിട്ടുണ്ട് ബീച്ച് സൈഡിൽ. ഇവിടെ വരെ വരാൻ കാര്യം കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നടന്നു വരേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതാണ് ഫൈനൽ ഡെസ്റ്റിനേഷൻ. ഇതിൻ്റെ സൈക്ലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബനാന ബോട്ട് അങ്ങനെയുള്ള സർവീസസ് എല്ലാം ഉണ്ട് കേട്ടോ. ബനാന ബോട്ടിങ്, പിന്നെ ഒരുമിച്ച് തന്നെ കുറേ റൈഡ് കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ട്. ടൂറിസ്റ്റൊക്കെ വരുന്ന ഏരിയ ആണ് കേട്ടോ ഇത്. അങ്ങനെ ബീച്ചിലെത്തി എല്ലാവരും ആദ്യം ചെയ്യുന്നത് പാൻസൊക്കെ കയറ്റിയിട്ടിട്ട് വെള്ളത്തിലിറങ്ങുക എന്നുള്ളതായിരിക്കും. ഞങ്ങൾ ആദ്യം ചെയ്തത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം വീട്ടിൽ നിന്ന് ചോറ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ദഹിച്ചു പോയി എല്ലാം. അങ്ങനെ ഞങ്ങൾ ഉള്ള ചിപ്സും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ബീച്ചിലൊക്കെ ഇറങ്ങി. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു പാർക്ക് സൈഡ് ഉണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെയും കൊണ്ട് ഈ പാർക്കിലോട്ടൊക്കെ ഒന്ന് വന്നു. ഒരുപാട് സ്വിങ്സും അതുപോലെ തന്നെ ഈ സ്ലൈഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബബ്ലൂസിന് കയറാൻ പറ്റിയ ഈ ചെറിയൊരു സ്വിങ്ങും പിന്നെ ചെറിയ സ്ലൈഡ്സും ഉണ്ട്. അപ്പോൾ അത് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അവൻ അതിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കുറേ നേരം കളിപ്പിച്ചു. സ്വിങ്ങിൽ ഇരുത്തിയപ്പോഴത്തേക്ക് അവൻ കരയുണ്ടായി ഭയങ്കരമായിട്ട്. പക്ഷേ പാർക്കിലൊക്കെ കൊണ്ടുപോകുമ്പോൾ അവന് ഇഷ്ടമായിരുന്നു അത്. പക്ഷേ ഇപ്പം ചെയ്തപ്പോഴത്തേക്ക് അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അധികം കയറ്റിയില്ല. പിന്നെ നമ്മൾ അവിടെ കുറേ നേരമൊക്കെ ഇരുന്നു. നമ്മുടെ ക്ഷീണമൊക്കെ മാറ്റി പിന്നെയും നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഫിഷിംഗ് സ്പോട്ടുണ്ട് ഇവിടെ അടുത്തായിട്ട്. അപ്പോൾ എന്തായാലും ഇത്രയും നടന്നതല്ലെങ്കിൽ പിന്നെ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ടും കൂടെ പോവാണ്. അതൊരു 5 മിനിറ്റേ ഉള്ളൂ ഇവിടെ നിന്ന് നടക്കാനായിട്ട്. അപ്പോൾ വിചാരിച്ചു അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. എന്തായാലും ഇനിയും ഇത്രയും ദൂരം പിന്നെ ഒരു ദിവസം വരാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ നമ്മൾ ദാണ്ടെ ഈ ഫിഷിംഗ് സ്പോട്ട്സ് ഏരിയയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അടിപൊളി വൈബായിരുന്നു കേട്ടോ ഇവിടെ. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആ ദൂരെ കാണുന്ന ഒരു മല പോലത്തെ സംഭവമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻഡിൽ പോവാണ്. അവിടെയാണ് എല്ലാവരും ഇരുന്ന് മീൻ പിടിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചു അങ്ങനെ എൻഡിൽ നടന്നു പോവാണ്.
സൂര്യൻ അസ്തമിക്കാൻ സമയമായിട്ടില്ല, കുറച്ചും കൂടെ ടൈമുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മൾക്ക് വീടെത്താൻ ഒരു 2.5 മണിക്കൂറൊക്കെ എടുക്കും. തിരിച്ച് നമ്മൾ നടന്നു തന്നെയാണ് പോകുന്നത്, ബസ്സിലൊന്നും അല്ല പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ.